യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയെ സ്വീകരിക്കാൻ വേണ്ടി ഈ 6-ാമത്തെ ദിനത്തിൽ സ്നേഹത്തോടെ അടുത്തിരിക്കുന്ന മനോഭാവത്തെ ധ്യാനിച്ച് നമുക്കായിരിക്കാം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്നേഹത്തോടുകൂടെ ഈ ഒരുക്കത്തിൻ്റെ നാളുകളിൽ തമ്പുരാൻ്റെ സന്നിധിയിലിരിക്കാൻ, പ്രിയപ്പെട്ടവർക്കരികിൽ സമയം ചെലവഴിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഈ ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ വഴിയിലെ പുണ്യപ്പെട്ട ജീവിതമായി രൂപാന്തരപ്പെടും. മക്കൾക്കും മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഇടയിലൊക്കെ പ്രൈം ടൈം ഓഫ് ദ ഫാമിലി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, വിശേഷങ്ങൾ പറയാൻ, അന്നിൻ്റെ സന്തോഷങ്ങളെ സങ്കടങ്ങളെ പങ്കുവെച്ച് പകുത്തേകി അതിൻ്റെ നന്മകളെ വർദ്ധിപ്പിക്കാൻ, കുറവുകളെ പരിഹരിക്കാൻ, കൃപകളെ വർദ്ധമാനമാക്കാൻ കഴിയുന്ന ഒരാത്മീയത. എഴുത്തുകാരി ഇങ്ങനെ സുന്ദരമായിട്ട് കുറിച്ചു വെച്ചു. നല്ല തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ പുറത്ത് ഇറങ്ങി നടക്കാനോ വിനോദങ്ങളുടെ ഭാഗമാകാനോ കഴിയുന്നില്ലെങ്കിലും ഒരു കാര്യം ഏറെ സന്തോഷം പ്രദാനം ചെയ്യുന്നു. അല്പം കനൽ കൂട്ടി അതിനു ചുറ്റും എല്ലാവരും ഇരുന്നു കൊണ്ട് ആ അടുപ്പത്തിലായിരിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയുള്ള അനുഭവം ക്രിസ്തു വളരെ കൃത്യതയോടുകൂടിയിട്ട് പറഞ്ഞു. അവിടെ പ്രത്യേകിച്ച് വാക്കുകളില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക. ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല, പരിഭവങ്ങളില്ല, പരാതികളില്ല, കണ്ണും നോക്കി ഇരിക്കും പോലെ. അതുകൊണ്ട് തന്നെയല്ലേ ഗുരുക്കന്മാർ പറയുന്നത്, ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ചും പ്രാർത്ഥനാ ജീവിതത്തിൽ പടികൾ ഓരോന്ന്. ആദ്യം നാം അധികം മിണ്ടുന്നു, രണ്ടാമത് നാം കേൾക്കുന്നു, മൂന്നാമത് തമ്പുരാനും മിണ്ടുന്നില്ല, നമ്മളും മിണ്ടുന്നില്ല, രണ്ടുപേരും സായുജ്യത്തിലാവുന്നു. ഈ ഉണ്ണിയേശുവിൻ്റെ ഒരുക്കത്തിൻ്റെ 6-ാമത്തെ ചുവടിൽ ഈ ഒരു ആത്മീയതയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കും. സ്നേഹത്തിൻ്റെ നെരിപ്പോടുകൾ കൈവിടാതെ അനുഗ്രഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ ഇടങ്ങളിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കാൻ ഇടയാവട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.